മലയാളികൾക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു താരമാണ് ആര്യ. ബഡായി ആര്യ എന്ന് തന്നെ പറയണം. ബഡായി ബംഗ്ലാവിലൂടെ മലയാളികൾ ഏറ്റെടുത്ത താരം ഇന്നൊരു അവതാരികയായും അഭിനേത്രിയായും എന്തിനുപരി നല്ലൊരു ബിസിനസ്സുകാരിയായി തന്നെ വളർന്നിരിക്കുകയാണ്. എന്നാൽ കാഞ്ചീവരം എന്ന ആര്യയുടെ ബിസിനസ് മേഖലയ്ക്ക് വലിയൊരു സ്കാമാണ് ഇപ്പോൾ നേരിടേണ്ടി വന്നിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഇതിനു മുൻപും ഞങ്ങളിത് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് ആര്യ പറയുമ്പോഴും ആര്യയുടെ വിഷമം മനസ്സിലാകുന്നു എന്ന് നിരവധി പേർ പറയുന്നുണ്ട്. നിങ്ങൾ ആരും ഈ സ്കാമിൽ പോയി വീഴരുത് എന്ന് ആര്യ അവകാശപ്പെടുന്നുണ്ട്. നിങ്ങൾ കസ്റ്റമേഴ്സ് ഞങ്ങൾക്ക് അത്രയ്ക്കും ജീവനായിട്ടുള്ളവരാണ്. നിങ്ങൾ ഇത്തരത്തിൽ സ്കാമിൽ പോയി പെട്ടരുത് എന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹമുള്ളത്. ആ ആഗ്രഹത്തിന്മേലാണ് ഞങ്ങളിത് പറയുന്നത്. ഞങ്ങളുടെ വസ്ത്രങ്ങൾ അതേ പേര് അതേ ലോഗോ ഒക്കെ ഉപയോഗിച്ച്, അതായത് പഴയ വാട്ടർമാർക്ക് ഇല്ലാതെ ഞങ്ങളുടെ വീഡിയോ ഉപയോഗിച്ച് പലരും ഇത് സെല്ല് ചെയ്യുന്നുണ്ട്. അതും ഞങ്ങൾ സെല്ല് ചെയ്യുന്ന പ്രൈസിനേക്കാൾ ഇരട്ടി വിലയിലാണ് അത് സെല്ല് ചെയ്തത്. അത്തരത്തിൽ ഒരുപാട് പേർക്ക് അബദ്ധം പറ്റിയതായി തന്നെ ഞങ്ങൾ അറിയുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള അബദ്ധങ്ങളിൽ വീഴാതിരിക്കുക എന്നല്ലാതെ എനിക്ക് മറ്റൊന്നും പറയാനില്ല. ഈ ഒരു അവസ്ഥയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സങ്കടം തോന്നുന്നു. നിരവധി പേരാണ് ഇപ്പോൾ ഈ ഒരു വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് പ്രതികരിക്കുന്നത്. ആരാധകരും ഇപ്പോൾ ആര്യോടിത് പറയുന്നുണ്ട്. ഇങ്ങനെ എല്ലാവരും അനുഭവിക്കേണ്ടി വരുന്നത് ഇത്തരത്തിൽ സ്കാമിൽ പെട്ടുപോകാറുണ്ട്. കാരണം ഒരേ പേര്, ലോഗോ ഇതെല്ലാം ഉപയോഗിച്ച് സ്കാമിൽ പെടുത്തുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ ഇടയിലേക്കാണ് ഇത് പോയി വീഴുന്നത്. അത്തരത്തിൽ സ്കാമിൽ പെടാതിരിക്കാൻ സൂക്ഷിക്കുക എന്നാണ് ആര്യ പറയുന്നത്. പറയാൻ മാത്രമേ സാധിക്കൂ. എന്തൊക്കെ വഴിയിലാണ് സ്കാം വന്നു ചേരുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും പറയുന്നു. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഇപ്പോൾ ആര്യയ്ക്ക് സംസാരിക്കുന്നത്. ഞങ്ങളെല്ലാവരും കാഞ്ചീപുരം അത് ശ്രദ്ധിക്കാറുണ്ട് എന്ന് പറയുന്നു. കാഞ്ചീപുരത്തിന് 2 ടൈപ്പ് സ്കാമാണ് നേരിടേണ്ടി വന്നത്. ഒന്ന്, ഞങ്ങളുടെ അതേ പേജ് തന്നെ അവർ കോപ്പി റെപ്ലിക്ക ഉണ്ടാക്കുക. 2 എന്ന് പറയുന്നത് ഞങ്ങളിവിടെ സെല്ല് ചെയ്യുന്ന വീഡിയോ അല്ലെങ്കിൽ ഞങ്ങൾ സെല്ല് ചെയ്യുന്ന സാധനങ്ങൾ മറ്റൊരു പേരിൽ, മറ്റൊരു ബൊട്ടീക്കിൻ്റെ പേരിൽ അത് സെല്ല് ചെയ്യുക. അതും കണ്ടുവരുന്നുണ്ട്. ഒരുപാട് കംപ്ലൈൻറ്റുകൾ കൊടുത്തു. എവിടെയും നമുക്ക് ഒരു കാര്യവും നമുക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കില്ല. ആരും നമ്മളെ സഹായിക്കുന്നില്ല എന്നല്ല പറയുന്നത്. മറ്റുള്ളവർക്കൊന്നും കണ്ടുപിടിക്കാനോ എത്തിപ്പിടിക്കാനോ പറ്റാത്ത രീതിയിലേക്കാണ് ഇത് പോകുന്നത്. അതാണ് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം. ആരെയും കുറ്റം പറയാൻ സാധിക്കില്ല. പലരും ഇതിൽ പെട്ടുപോയി എന്ന് ഞങ്ങൾ അറിയുമ്പോൾ ഞങ്ങൾക്ക് വിഷമമുണ്ട്. പക്ഷേ ഇതിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നറിയുമ്പോൾ നിങ്ങളും ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കണമെന്ന് ആര്യ പറയുന്നുണ്ട്. ഇത്തരം ട്രാപ്പിൽ വീണു പോകരുത് എന്ന് പറയാനേ എനിക്ക് സാധിക്കൂ. അല്ലാതെ നമ്മുടെ അവസ്ഥ എന്താണ് എന്നും നമ്മളെ എന്തു പറഞ്ഞാണ് അവർ പറ്റിക്കുക എന്നും നമുക്ക് അറിയില്ല. ഒരു മിസ് കോൾ വന്നാലോ മെസ്സേജ് വന്നാലോ പറ്റിക്കുന്ന കാലത്ത് നിന്ന് ഇത്തരത്തിൽ നമ്മളെ കൺവിൻസ് ചെയ്യുന്ന രീതിയിലേക്ക് വോയിസുകൾ പോലും വന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അത്തരത്തിലേക്ക് പോകാതിരിക്കുക എന്ന് മാത്രമാണ് ആര്യ ഇപ്പോൾ പറയുന്നത്. അതാണിപ്പോൾ പ്രേക്ഷകരോട് മനസ്സിലാക്കിപ്പിക്കാൻ നോക്കുന്നതും. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.